Hello friends, welcome to SAT, Sunday Studio Center Marathamadi and Puthumeligira. Please subscribe to our YouTube channel for new updated videos. Also visit sundaystuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 7 ടാജന്റ് പാർട്ട് 8. അതിനകത്ത് ഒരു പ്രൂഫാണ് ആംഗിൾ ബിറ്റ്വീൻ എ ടാജന്റ് ആൻഡ് എ കോഡ്. ഒരു ഞാണും ഒരു സ്പർശരേഖയും തമ്മിലുള്ള ആംഗിൾ. In the diagram, chord CD divides a circle into two areas or segments. Segment A, red color, and segment B, blue color. The alternate segment refers to the other segment. The alternate of segment A is segment B. This next investigation is about the relationship between the tangent to circle and the chord drawn from the point of contact. ഒന്നുമില്ല, വെരി സിമ്പിൾ ആണ്. ഇൻ ദ ഡയഗ്രാം കോഡ് സി ഡി ഇതൊരു ഞാണാണ്. എന്താണ് ഒരു ഞാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തത്തിന്റെ രണ്ട് ബിന്ദുക്കൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് ഞാൻ. ഓക്കെ, ഇറ്റ് ഡിവൈഡ്സ് എ സർക്കിൾ ഇൻ ടു ടു ഏരിയാസ്. ഇത് സർക്കിളിനെ രണ്ട് ഏരിയ ആയിട്ടും മാറ്റുന്നു. ഒന്ന് ഇത് ഈ നീല കളറിൽ കാണുന്നതും റെഡ് കളറിൽ കാണുന്ന രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റുന്നു. സപ്പോസ് ഇതൊരു അപ്പമാണെന്ന് വിചാരിക്കും. നമ്മൾ ഈ ഒരു അപ്പം ഒരു കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ രണ്ട് കഷ്ണമാവില്ലേ? ഒരു കഷ്ണം ഇത്, ഒരു കഷ്ണം ഇത്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ രണ്ട് സെഗ്മെന്റ്. അതിനകത്ത് ഇതിനകത്ത് സെഗ്മെന്റ് ബി എന്നും ഇത് സെഗ്മെന്റ് എ എന്നും പറയും. ഓക്കെ, രണ്ട് വൃത്തഖണ്ഡം എന്ന് പറയും. ഓക്കെ, ദ ആൾട്ടർനേറ്റ് സെഗ്മെന്റ് റെഫേഴ്സ് ടു ദി അതർ സെഗ്മെന്റ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ പറയാണ് എയുടെ ആൾട്ടർനേറ്റ് സെഗ്മെന്റ് ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബി ആണ്. കിട്ടിയോ? അതുപോലെ ബിയുടെ ആൾട്ടർനേറ്റ് സെഗ്മെന്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് എയുമാണ്. കിട്ടിയോ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു സിയിലൂടെ നമ്മളിങ്ങനെ ഒരു ടാജന്റ് വരച്ചു. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കോഡ്, ഈ ഒരു കോഡ് ഉണ്ട്, ഇതാണ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാനാണ് കേട്ടോ, ഞാണ്. ഈ കോഡും ഇതും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. കിട്ടിയോ? ഈ ആംഗിളിന്റെ റിലേഷൻഷിപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ആംഗിൾ കണ്ടോ? ഈ ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ ഇതേ കോഡിൽ നിന്നും ഇപ്പുറത്തെ ആൾട്ടർനേറ്റ് സെഗ്മെന്റിൽ, അതായത് സെഗ്മെന്റ് എയുടെ ആൾട്ടർനേറ്റ് സെഗ്മെന്റിലേക്ക് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ ഒരു ആംഗിൾ കിട്ടും. കിട്ടിയോ? ആൻഡ് ഈ ആംഗിളും സെയിം ആയിരിക്കും. എന്താണ്? ഇപ്പുറത്തുള്ള ആംഗിളും ഇവിടെയുള്ള ആംഗിളും സെയിം ആയിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞ തിയറി എന്താണെന്ന് പറയാമോ? ഇവിടെ വരച്ച ഈ ഒരു ഞാണും ആ ഞാണിന്റെ അറ്റത്തിൽ കൂടെ കടന്നു പോകുന്ന സ്പർശരേഖയും തമ്മിലുണ്ടാക്കുന്ന കോൺ, സപ്പോസ് ദിസ് ഈസ് എക്സ് ഡിഗ്രി ആണെന്ന് വിചാരിക്കും. ആ ഞാന് രണ്ടറ്റത്തു നിന്നും മറുകണ്ഠത്തിലേക്ക്, അതായത് ആൾട്ടർനേറ്റീവ് സെഗ്മെന്റിലേക്ക് നമ്മൾ വരയ്ക്കും. ഈ ഞാണിന്റെ രണ്ടറ്റത്തു നിന്ന് തന്നെ വരയ്ക്കുന്ന കോണും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സാർ ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക? അതിന്റെ പ്രൂഫ് ഉണ്ടോ? ഉണ്ട്, പ്രൂഫാണ് അടുത്ത് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തിയറി ഒന്ന് കാണാം. ഓക്കെ, സോ കൺസിഡർ എ ടാജന്റ്. അവിടെ നമ്മൾ വരച്ചിരിക്കുന്ന ഒരു കോഡ്. ദിസ് ഇസ് ദ ആംഗിൾ. ദ ആംഗിൾ ബിറ്റ്വീൻ എ ടാജന്റ് ടു എ സർക്കിൾ ആൻഡ് എ കോഡ്. എന്താണെന്ന് പറഞ്ഞത്? ദ ആംഗിൾ ബിറ്റ്വീൻ എ ടാജന്റ്, ഇതൊരു ടാജന്റ് കണ്ടോ, ടാജന്റ് ടു എ സർക്കിൾ ആൻഡ് എ കോഡ് ഡ്രോൺ ഫ്രം ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളൊരു കോഡ് വരച്ചു കണ്ടോ. is equal to an angle in the alternate segment. അപ്പോൾ ഇവിടെ ഉണ്ടായ ഈ ആംഗിൾ, ഇവർ തമ്മിലുണ്ടായ ഈ ആംഗിൾ എന്ന് പറയുന്നത് ആൾട്ടർനേറ്റ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റിലേക്ക് നമ്മൾ വരയ്ക്കുന്ന കോണിന് ഈക്വൽ ആയിരിക്കും. കിട്ടിയോ? ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ? ഓക്കെ, സോ ദിസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. കണ്ടോ? യെസ്, ഈ ആംഗിളും ഈ ആംഗിളും എന്നാണ് ഈക്വൽ ആയിരിക്കും. Then how to prove it? ഇതെങ്ങനെ പ്രൂവ് ചെയ്യും സാർ? നമുക്ക് നോക്കാം എങ്ങനെയാ പ്രൂവ് ചെയ്യുന്നതെന്ന്. ഗീവൻ സർക്കിൾ O with a tangent AD at A. അപ്പോൾ നമുക്ക് O കേന്ദ്രമായിട്ടുള്ള ഒരു വൃത്തമുണ്ട്. ഓക്കെ, O കേന്ദ്രമായിട്ടുള്ള ഒരു വൃത്തം. അതിനകത്ത് ടാജന്റ് AD at A. അപ്പോൾ നമുക്ക് ഒരു A എന്ന് പറഞ്ഞ പോയിന്റിലൂടെ ടാജന്റ് കടന്നു പോകുന്നുണ്ട്. ദിസ് ഈസ് ദ A. അതിലൂടെ ടാജന്റ് കടന്നു പോകും. ഈ ടാജന്റിന് നമുക്ക് പേരിടാൻ വേണ്ടി ഒരു D കിട്ടും. AD കിട്ടിയോ? AD എന്ന് പറയുന്നത് നമ്മുടെ ടാജന്റ് ഏതിലൂടെ കടന്നുപോയി? എ എന്ന് പറഞ്ഞ പോയിന്റിലൂടെ കടന്നുപോയി. കിട്ടിയോ? O എന്ന് പറഞ്ഞ വൃത്തത്തിന്റെ കേന്ദ്രമാണ്. ഓക്കെ, കൺസ്ട്രക്ഷൻ. നമ്മൾ ഇനി ഇതിനകത്ത് എന്ത് കൺസ്ട്രക്ഷൻ ആണ് ചെയ്യേണ്ടത്? ഡ്രോ ഡയാമീറ്റർ AOE. എന്താ ഡയാമീറ്റർ? നമ്മൾ ഈ പോയിന്റിൽ നിന്നും വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ വരയ്ക്കുന്ന വരയാണ് എന്ത്? ഡയാമീറ്റർ. എന്നിട്ട് ഈ പോയിന്റിലൂടെ ഒന്ന് ടച്ച് ചെയ്യാലോ. അതിന് നമ്മൾ എന്ത് പേര് കൊടുക്കാൻ? അതിന് നമുക്ക് E എന്ന് പേര് കൊടുക്കാം. ക്ലിയർ? ഓക്കെ, so a diameter AE. Then chord AB വരയ്ക്കണം. എന്താണ് chord AB?
എയിൽ നിന്ന് ഇങ്ങോട്ടൊരു കോഡ് വരയ്ക്കാം. സപ്പോസ് ദിസ് ഈസ് ബി. ക്ലിയർ? ഓക്കെ, വരച്ചു ബി. സിമിലാർലി ബി സി ആൻഡ് എ സി. അതുപോലെ ഞാൻ ഇവിടെ ഒരു പോയിന്റ് സി എന്ന് മാർക്ക് ചെയ്തിട്ട് എയിൽ നിന്ന് സിയിലേക്ക് ഒരു കോഡ് വരച്ചു. അതുപോലെ ഈ ബിയും സിയും തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഒരു ആംഗിൾ ഉണ്ടായി. ക്ലിയർ ആണോ? സപ്പോസ് ആംഗിളിന് ഞാൻ എക്സ് എന്ന് പേര് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ ആംഗിളും ഉണ്ടോ, ആ ആംഗിളും പിന്നെ ഏത് ആംഗിളാണ്? നമ്മുടെ ആദ്യം വരച്ച ടാജന്റും ഈ കോഡും തമ്മിലുണ്ടാക്കുന്ന ആംഗിളും എന്തായിരിക്കണം? സെയിം ആണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ക്ലിയർ? ഓക്കെ, സോ ഡ്രോ എന്താണ്? എ ബി വരയ്ക്കുക, അതുപോലെ എ സിയും വരയ്ക്കുക, എ സിയും എ ബിയും വരയ്ക്കുക, രണ്ടും വരയ്ക്കുക. ആൻഡ് കോൺ സി ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഇവിടെ ഒരു കോൺ സി ഉണ്ട്, അത് നമ്മൾ എന്തെടുക്കണം? എക്സ് എന്ന് പേര് കൊടുക്കുക. ആംഗിൾ ബി എ ഡി ഈ ആംഗിൾ, ഇതാണ് ടാജന്റും കോഡും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ. ഇതും സെയിം ആയിരിക്കണം എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. പക്ഷെ ഇപ്പൊ നമ്മൾ സെയിം ആണെന്ന് പറഞ്ഞാൽ എഴുതരുത്. തെളിയിക്കാനായിട്ട് നമ്മൾ വേറൊരു പേര് കൊടുക്കുക, ഇസെറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മൾ അതിന് ഇസെറ്റ് എന്ന് പേര് കൊടുത്തു. അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ട എക്സ് ഇസ് ഈക്വൽ ടു ഇസെറ്റ് എന്നാണ് തെളിയിക്കേണ്ടത്. കൂടാതെ നമ്മളിവിടെ നോക്കുമ്പോൾ വേറൊരു ആംഗിൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ആംഗിൾ വന്നിട്ടുണ്ട്, കണ്ടോ? ക്ലിയർ? ആൻഡ് ദാറ്റ് ആംഗിൾ ഇസ് നെയിംഡ് ആസ് വൈ. അതിന് നമുക്ക് വൈ എന്ന് പേര് കൊടുക്കും. സോ ആംഗിളിന്റെ പേര് എന്താണ്? ഇ എ ബി ദിസ് ആംഗിൾ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് നെയിംഡ് ആസ് വൈ. ഇത്രയുമാണ് നമ്മൾ കൺസ്ട്രക്ഷനിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഇത്രയും മനസ്സിലായോ? എന്താ നമ്മൾ ചെയ്തത്? ഡ്രോ എ ഡയമീറ്റർ AOE. ഇവിടുന്ന് AOE എന്ന് പറഞ്ഞൊരു ഡയമീറ്റർ വരച്ചു. അതിന്റെ കോഡ് എ ബി വരച്ചു. പിന്നെന്താണ്? BC വരച്ചു. പിന്നെന്താണ്? AC വരച്ചു. ഓക്കെ, ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ സിക്ക് എക്സ് എന്ന് പേര് കൊടുത്തു. അതുപോലെ ഈ AB എന്ന് പറയുന്ന കോഡും ഈ ടാജന്റും തമ്മിലുള്ള ആംഗിൾ ഈ ബ്ലൂ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇസെഡ് എന്ന് പേര് കൊടുത്തു. പിന്നെ ഇവിടെയുള്ള ഈ EAB എന്ന് പറയുന്ന ഇവിടെ ഇടയ്ക്കുള്ള ആംഗിൾ നമ്മൾ Y എന്ന് പേര് കൊടുത്തു. ഓക്കെ, ക്ലിയർ? ടു പ്രൂവ് എന്താണ് നമുക്ക് തെളിയിക്കേണ്ടത്? ഈ എക്സും ഈ ഇസെഡും എന്താണ്? സെയിം ആണെന്ന് നമുക്ക് തെളിയിക്കണം. ദിസ് ആംഗിളും എന്താണ്? സെയിം ആണെന്ന് നമുക്ക് തെളിയിക്കണം. ഓക്കെ, ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ BAD. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ തിയറി? ദ ആംഗിൾ ബിറ്റ്വീൻ എ ടാജന്റ് ടു എ സർക്കിൾ, ഇതൊരു ടാജന്റ് ആണ്, ആൻഡ് ദ കോഡ് drawn from the point of contact is equal to an angle in the alternate segment. മറ്റേ മറുകണ്ഡത്തിലെ കോണിന് ഈക്വൽ ആയിരിക്കും. മലയാളത്തിൽ പറഞ്ഞാൽ വൃത്തത്തിലെ ഒരു ഞാൻ, ഏതാണ് ആ ഞാൻ? ഇതാണ് ഞാൻ. ക്ലിയർ? അതിന്റെ അറ്റത്തുള്ള തൊടുവരയുമായി, ഇപ്പൊ ഇതാണ് അതിന്റെ അറ്റത്ത്, തൊടുവര എന്ന് പറയുന്നത് എന്താ? ടാജന്റ് ഉണ്ടാക്കുന്ന കോൺ. ഓക്കെ, ഈ കോൺ ഇസെറ്റ്. മറുവശത്തുള്ള വൃത്തഭാഗത്ത്, അതായത് ഈ ഞാനിന്റെ ഇപ്പുറത്തെ വശത്തുള്ള വൃത്തഭാഗത്ത് ഉണ്ടാക്കുന്ന കോണിന് തുല്യമാണ്. ഈ രണ്ടറ്റത്തുനിന്ന് വരയ്ക്കണം, കണ്ടോ? അവിടെ ഉണ്ടാക്കുന്ന കോണിന് തുല്യമാണ്. ഇതിവിടെ മാത്രമല്ല, ഇപ്പം ഇങ്ങനെ വരച്ചു, ഇതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇങ്ങനെ വരച്ചു, ഇതൊക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ? ശരി, നമുക്കിനി പ്രൂവ് ചെയ്യാം. സോ പ്രൂഫ്, ജോയിൻ EB. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ EB ജോയിൻ ചെയ്യാം. കണ്ടോ? PB ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടും. ആൻഡ് ദാറ്റ് ആംഗിൾ ഇസ് ഈക്വൽ ടു എക്സ്. എന്തുകൊണ്ട് എക്സ് ആയി? കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു വൃത്തം, ആ വൃത്തത്തിലെ ഒരു ഞാൻ, ആ ഞാനിന്റെ രണ്ട് കഷ്ണങ്ങളാക്കും, ഒരു കഷ്ണം ഇത്, ഒരു കഷ്ണം ഇത്. കണ്ടാ? ഞാനിന്റെ ഒരറ്റത്ത് നിന്നും ഒരു കഷ്ണത്തിലേക്ക് വരയ്ക്കുന്ന എല്ലാ കോണുകളും സെയിം ആയിരിക്കും. കണ്ടോ? എല്ലാ കോണുകളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇത് വൃത്തങ്ങൾ എന്ന് പറഞ്ഞ പാഠത്തിൽ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. സോ ജോയിൻ എന്താണ്? EB, ആംഗിൾ CX, ആംഗിൾ EX, ആംഗിൾസ് ഓൺ ദ സർക്കിൾ സബ്സ്റ്റൻഡഡ് ബൈ കോഡ് AB. അതായത് ഈ ആംഗിളും ഈ ആംഗിളും എന്താണ്? എക്സ് ഡിഗ്രി ആയിരിക്കും. അതിന് കാരണം എന്താണ്? AB എന്ന് പറയുന്ന ഞാനിന്റെ മറുകണ്ഡത്തിൽ വരയ്ക്കുന്ന എല്ലാ കോണുകളും സെയിം ആയിരിക്കും. ആംഗിൾസ് ഓൺ ദ സർക്കിൾ സബ്സ്റ്റൻഡഡ് ബൈ കോഡ് AB. AB എന്ന ഞാനിന്റെ മറുകണ്ഡത്തിൽ വരയ്ക്കുന്ന എല്ലാ കോണുകളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് അവിടുത്തെ തിയറി. സോ ആംഗിൾ E is equal to X ഡിഗ്രി. ആൻഡ് അതുപോലെ ആംഗിൾ B is equal to 90 ഡിഗ്രി. ഈ ആംഗിൾ B എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഇത് എന്തുകൊണ്ട് സാറേ 90 ആയി? കാരണം നമ്മൾ ഈ വരച്ചിരിക്കുന്ന വര കണ്ടോ? ഇത് എന്തിലൂടെ പോയിരിക്കുന്നത്? സെന്ററിലൂടെയാണ്. അപ്പോൾ നമ്മൾ സർക്കിൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഒരു വൃത്തത്തിന്റെ സെന്ററിലൂടെ പോകുന്ന വരയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ വൃത്തത്തിന്റെ ഡയാമീറ്റർ. ഇതിനെ പകുതി വൃത്തങ്ങളാക്കും. പകുതി വൃത്തത്തിൽ വരയ്ക്കുന്ന എല്ലാ കോണും എത്രയുണ്ടാവും? 90 ഡിഗ്രി ഉണ്ടാവും. ഇത് എത്രയുണ്ടാവും? 90 ഡിഗ്രി. സോ ഡ്യൂ ടു ദാറ്റ് തിയറി, ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ
അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇത്രയും ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ക്ലിയർ ആണോ? ഓക്കെ. സോ നമുക്കിവിടെ ഒരു ചതുരം കൊടുക്കാനാണ് 90 ഡിഗ്രി. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, കൺസിഡർ ദിസ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ മാത്രം ഒന്ന് കൺസിഡർ ചെയ്ത മക്കളെ. ഇത് മാത്രം ഒന്ന് കൺസിഡർ ചെയ്താൽ ഇവിടെയുള്ള ആംഗിൾ എക്സ്, ഇവിടെയുള്ള ആംഗിൾ 90 ഡിഗ്രി. ഇത് എത്രയാണ്? 90 ഡിഗ്രി. ഓക്കെ. പിന്നെ ഇവിടെയുള്ള ആംഗിൾ എന്താണ്? വൈ. ഇത് മൂന്നും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? 180. എന്തുകൊണ്ടാണ്? കാരണം ഒരു ത്രികോണത്തിൽ 3 കോണുകൾ കൂട്ടിയാൽ 180 കിട്ടും. സോ ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ ഏതാ? 90 ഡിഗ്രി പ്ലസ് ആംഗിൾ ഇ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഡിഗ്രി പ്ലസ് വൈ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാം. ഈ ആംഗിൾ, ഓക്കെ, ആംഗിൾ ബി പ്ലസ് ഈ ആംഗിൾ, ഓക്കെ, പ്ലസ് ഇത് മൂന്നും കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180. എന്തുകൊണ്ടാണ് 180 കിട്ടണം? ഒരു ത്രികോണത്തിലെ 3 കോണുകൾ കൂട്ടുമ്പോൾ 180 ആണ്. സം ഓഫ് ദ ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ. അതാണ് അതിന്റെ റീസൺ. ദെൻ ഈ ഫോർമുലയിൽ നിന്ന് നമുക്ക് ഇവിടെ ഇത് 3 കൂടി കൂട്ടുമ്പോൾ 180. അപ്പോൾ ഇത് മാത്രം ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ 2 പേരും നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? മൈനസ് ആവും. ശരിയല്ലേ? അപ്പോൾ 180 നമ്മൾ മൈനസ് ബി മൈനസ് സി ചെയ്യണം. ഓക്കെ. 180 ഒരു ബ്രാക്കറ്റ് ഇടണം. മൈനസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഇത് ബ്രാക്കറ്റ് ഇടുമ്പോൾ ഇവിടെ നമുക്ക് മൈനസ് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുമിച്ച് ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോയിരിക്കണം. ഓക്കെ, ക്ലിയർ? ദെൻ y is equal to 180 ഡിഗ്രി മൈനസ് ഈ ആംഗിളിന്റെ പേര് നമ്മൾ കൊടുത്തു. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ. ഈ ആംഗിളിന്റെ പേര് എടുത്തു. എന്താണ്? മൈനസ് ആംഗിൾ ബി ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ ഇ എത്രയാണ്? എക്സ്. ഓക്കെ. സോ y is equal to 180 മൈനസ് 90 ഡിഗ്രി പ്ലസ് എക്സ്. ഓക്കെ. ദെൻ therefore is equal to y is equal to എന്ത് കിട്ടും? 180 ഡിഗ്രി മൈനസ് ഈ ബ്രാക്കറ്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് 90 എന്താണ്? മൈനസ് എക്സ്. ക്ലിയർ? അപ്പോൾ 180 90 പോയാൽ എത്ര കിട്ടും? y is equal to എന്താ? 90 മൈനസ് എക്സ്. ക്ലിയർ? ഓക്കെ. y is equal to 90 മൈനസ് എക്സ് എന്ന് കിട്ടും. കിട്ടിയോ? 90. ഇത് രണ്ടിൽ കുറച്ചിട്ടാണ് 90 കിട്ടിയത് കേട്ടോ. പിന്നെ ഇതിലൊരു ബ്രാക്കറ്റ് ഉള്ള കാര്യം നമ്മൾ മറക്കരുത്. ഓക്കെ. ദെൻ ഈ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് y കിട്ടി. y is equal to 90 മൈനസ് എക്സ്. ഓക്കെ. ഇനി നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഈ വൃത്തത്തിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന വര എന്താ? അതിന്റെ റേഡിയസ് ആണ് അല്ലേ? ഇതെന്താണ് നമ്മൾ പറഞ്ഞത്? ഇത് ടാജന്റും ആണ്. റേഡിയസും ടാജന്റും തമ്മിൽ എത്ര കോണുണ്ടാക്കും? 90 ഡിഗ്രി. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഓർമ്മയുണ്ടോ? ഓക്കെ. ഒരു റേഡിയസും ടാജന്റും തമ്മിലുള്ള കോൺ 90 ഡിഗ്രി. ഇതിന്റെ പ്രൂഫ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ, നമ്മുടെ പെയ്ഡ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുകയാണെങ്കിൽ ഇതിന്റെ പ്രൂഫ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? y. ഈ വൈയും ഇസറ്റും തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 90 കിട്ടും. ക്ലിയർ? ഓക്കെ. സോ y plus z is equal to 90 degree. A tangent is perpendicular to the radius. ഒരു സ്പർശരേഖ അതിന്റെ ആരത്തിന് ലംബമായിരിക്കും 90 ഡിഗ്രി ആയിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇനി ഇസെറ്റ് കണ്ടെത്താം. ഓക്കെ. വെരി സിമ്പിൾ ആണ്. ഇസെറ്റ് എന്തായിരിക്കും? y plus z 90 ഡിഗ്രി ആണെങ്കിൽ ഇസെറ്റ് is equal to ഇവിടെ ഓൾറെഡി 90 ഡിഗ്രി കിടപ്പുണ്ട്. അപ്പോൾ 90 ഡിഗ്രി മൈനസ് എന്ത് ചെയ്യണം? y. ക്ലിയർ? 90 ഡിഗ്രി മൈനസ് y is equal to 90 ഡിഗ്രി മൈനസ് വാട്ട് ഇസ് y? y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 90 മൈനസ് എക്സ് ആണ്. കണ്ടോ? ഇതാണ് y. ഇറ്റ് ഈസ് 90 ഡിഗ്രി മൈനസ് 90 മൈനസ് എക്സ്. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ബ്രാക്കറ്റിന് മുന്നിൽ മൈനസ് ആണെങ്കിൽ, ബ്രാക്കറ്റ് കളയുമ്പോൾ അതിനകത്തുള്ള ആൾക്കാരുടെ ചിഹ്നം മാറ്റി എഴുതണം. അങ്ങനെയാണ് തിയറി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ 90 ഓൾറെഡി ഉണ്ട്. ഓക്കെ. 90 ഉണ്ട്. ഞാൻ ഇവിടെ ചിഹ്നം ഇടുന്നതിന് മുന്നേ ചിന്തിക്കണം. ഈ 90 ഇവിടെ പോസിറ്റീവാണ്. ബ്രാക്കറ്റിന് മുന്നിൽ എന്താ? നെഗറ്റീവ് അല്ലേ? പോസിറ്റീവ് ആൾ നെഗറ്റീവ് ആവും. 90. ഓക്കെ. ദെൻ ഇവിടെ ഇത് നെഗറ്റീവാണ്. അപ്പോൾ ബ്രാക്കറ്റ് കളഞ്ഞു കഴിയുമ്പോൾ പുറത്ത് കിടക്കുന്നത് നെഗറ്റീവ് ആണെങ്കിൽ ഇതെന്തായി പോകും? ഓപ്പോസിറ്റ് ചിഹ്നം പ്ലസ് എക്സ്. ക്ലിയർ ആണോ? 90 മൈനസ് 90 വെട്ടിപ്പോവും. എന്താണ്? 0. ഇസെറ്റ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? എക്സ് എന്ന് കിട്ടി. സോ ദിസ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു എക്സ്. അതായിരുന്നല്ലോ നമുക്ക് തെളിയിക്കേണ്ടത്. ഇവിടെയുള്ള ആംഗിൾ തന്നെ ഇവിടെ വരണമെന്നായിരുന്നില്ലേ? അത് തെളിഞ്ഞല്ലോ. ഓക്കെ. സോ ഇതാണ് നമ്മുടെ റേഡിയസ്. അത് ആംഗിൾ ബിറ്റ്വീൻ
the radius and the tangent is equal to 90 degree. So z is equal to 90 minus angle y, that is equal to z is equal to x. കിട്ടിയോ? അപ്പോൾ നമ്മുടെ പ്രൂഫ് കഴിഞ്ഞു. നമ്മുടെ പ്രൂഫ് എന്തായിരുന്നു? ഒരു ഉണ്ടോ ഡയമീറ്റർ അല്ല, ഒരു കോഡ് ഞാനും ഒരു ടാജന്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിള് ആ ഞാൻ അല്ലെങ്കിൽ ആ കോഡ് മറുകണ്ഠത്തിൽ ഉണ്ടാക്കുന്ന ആൾട്ടർനേറ്റ് സ്കീമിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ? ഓക്കെ. സോ ദിസ് ഈസ് അവർ ഇസഡ്. ഇതെന്തിന് ഈക്വൽ ആണ്? The angle between the tangent to a circle and a chord drawn from the point of contact is equal to the angle in the alternate segment. കണ്ടോ? ഇവിടെ ഈക്വൽ ആണ്. These two angles are equal. നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് വരാൻ ജസ്റ്റ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ചില ഫിഗേഴ്സ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, ഇവിടെ 39 ആണ്. ഇതൊരു എന്താണ് കോഡ് ഞാനാണ്, ഇതൊരു ടാജന്റ് ആണ്. ഈ ബ്ലൂ കാണിച്ചിരിക്കുന്നതാണ് ടാജന്റ്. ഇവിടെ 39 ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിന്റെ രണ്ടറ്റത്ത് നിന്ന് മറുകണ്ഠത്തിലേക്ക് വരയ്ക്കുന്ന ഇത് എത്ര ഉണ്ടാവും? 39 തന്നെ. ദിസ് ഈസ് ആൾസോ ഈക്വൽ ടു 39. ക്ലിയർ? ഓക്കെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, ഇതൊരു കോഡാണ് കണ്ടോ, ഇത് വേറൊരു ടാജന്റ് ആണ്. ഇവിടെയുള്ള ആംഗിൾ എത്ര ഉണ്ടാവും? ഇവിടെ നോക്കിയിട്ട് പറയാം. 35 ഉണ്ടെങ്കിൽ ഇത് എത്ര ഉണ്ടാവും? 35. കണ്ടോ? സൂക്ഷിച്ച് നോക്കൂ. കണ്ടോ? ഇതൊരു കോഡ് ഞാനാണ്, ഇത് ടാജന്റ് തമ്മിലുണ്ടാക്കുന്ന കോൺ മറുകണ്ഠത്തിൽ ഉണ്ടാക്കുന്ന കോണിന് ഈക്വൽ ആയിരിക്കും. മറ്റൊരു എക്സാമ്പിൾ നോക്കി, ഇതൊരു ടാജന്റ് ആണ്, ഇതൊരു കോഡാണ്. ഇവർ തമ്മിലുണ്ടാക്കുന്ന കോൺ 58 ഉണ്ടെങ്കിൽ ഇത് എത്ര ഉണ്ടാവും? സിയും 58 ഉണ്ടാവും. ഓക്കെ. വേറൊരെണ്ണം നോക്കും. ഇതൊരു കോഡാണ്, ഇതൊരു ടാജന്റ് ആണ്. ഇവർ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ഡി തന്നിട്ടില്ല. പക്ഷെ അപ്പുറത്ത് മറുകണ്ഠത്തിലെ കോൺ തന്നിട്ടുണ്ട് 104. അപ്പോൾ ഇത് എത്ര ഉണ്ടാവും? 104 തന്നെ ഉണ്ടാവും. ഓക്കെ. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കൂ. ഈ പ്രോബ്ലത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇത് 45 തന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ഇവിടെ എത്ര ഉണ്ടാവും? 45. പക്ഷെ കാണാൻ ചോദിച്ചേക്കുന്നത് ഇത് രണ്ടും അല്ല, ഇപ്പുറത്തെയാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇങ്ങനെ അതിനർത്ഥം ഈ രണ്ട് വശങ്ങളും സെയിം ആണ്. രണ്ട് വശങ്ങളും സെയിം ആണെങ്കിൽ രണ്ട് ആംഗിളും സെയിം ആയിരിക്കും, തുല്യമല്ലാത്ത. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 180. അപ്പോൾ 180ൽ നിന്ന് നിങ്ങൾ 45 എന്ത് ചെയ്യുക? കുറയ്ക്കുക. കിട്ടിയോ? അപ്പോൾ ഒരു ഉത്തരം കിട്ടുമല്ലോ. 45 ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും. ആ ഉത്തരത്തിൻ്റെ പകുതി എടുക്കുക. അതാണ് ഇവിടെ ആൻസർ ആയി വരുന്നത്. ഓക്കെ. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കൂ. അടുത്തത് ഇവിടെ ഒരു ടാജന്റ് തന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു കോഡാണ്. ഓക്കെ. ഇവർ തമ്മിലുള്ള ആംഗിൾ നമുക്കറിയില്ല, അതിൻ്റെ പേര് എഫ്. ഇവിടെ ഉള്ളൊരു ചെറിയ ആംഗിൾ നമുക്കറിയാം 36. എന്നിട്ട് നമ്മൾ ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? ഇത് 36 ആണ്. നോക്കി, ഇത് റേഡിയസ് ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതും സെയിം വശങ്ങളുള്ള ഒരു ഐസോസെലസ് ട്രയാംഗിൾ ആണ്. അപ്പോൾ ഇത് 36 ഉണ്ടെങ്കിൽ ഇതും എത്ര ഉണ്ടാവും? 36 ഉണ്ടാവും. ക്ലിയർ ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് എത്ര ഉണ്ടാവും? അത് വെരി സിമ്പിൾ ആണ്. നമ്മൾ 36 കൂട്ടുക. സോ 36 ഇൻറ്റു 2 കൂട്ടുന്ന പോലെ 2 ചെയ്യുന്നു. 2 12 1 3 × 2 6 + 7 72. ഇത് 72. ഇത് രണ്ടും കൂടി കൂടുമ്പോൾ 72 ഉണ്ടാവും. ഇതെന്തുകൊണ്ടാണ് ഈക്വൽ ആയത്? ഇത് ഈക്വൽ ആയതിന് കാരണം ഇത് സമപാർശ്വ ത്രികോണമാണ്, റേഡിയസ് സെയിം അല്ലേ. അപ്പോൾ 150ൽ നിന്ന് 72 കുറയ്ക്കണം. 180 മൈനസ് 72. ഓക്കെ. 72 കുറയ്ക്കുമ്പോൾ 8 10 3 2 10 2 8 10 1 0 0. So you will get 108. ഇത് 108 കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ. പക്ഷെ നമുക്ക് ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിളും ഇതുമാണ് ഈക്വൽ അല്ലേ? നോക്കി, ശരിക്കും നോക്കിയേ, ഇതാണ് നമ്മുടെ എന്താണ് കോഡ്. ഈ കോഡിന്റെ രണ്ടറ്റത്തുനിന്നും വരച്ചിരിക്കുന്ന മറുകണ്ഠത്തിൽ വരച്ചിരിക്കുന്ന കോണാണിത്. കണ്ടോ? അപ്പം ഇതും ഈക്വൽ ആണ്. ഇത് എഫ് തന്നെയാണ്. ക്ലിയർ ആണോ? ഇനി ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു ഞാൻ, ആ ഞാനിൻ്റെ രണ്ടറ്റത്തു നിന്നും കേന്ദ്രത്തിലേക്ക് വരയ്ക്കുന്ന കോൺ അത് 100 ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് ഇത് 100 ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഞാൻ രണ്ടറ്റത്തു നിന്നും ഇങ്ങോട്ട് വരയ്ക്കുന്ന കോൺ ആ 100ന്റെ പകുതി ആയിരിക്കും, 50 ഉണ്ടാവും. ഒന്ന് പഠിച്ചിട്ടില്ലേ? ഇവിടെ ഉള്ളതിൻ്റെ പകുതി ആയിരിക്കും ഇപ്പുറത്തൊന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയുണ്ടോ അതിൻ്റെ രണ്ടറ്റത്തു നിന്ന് മറുകണ്ഠത്തിലേക്ക് വരച്ചിരിക്കുന്ന കോണാണ് ഇത്. കണ്ടോ? അപ്പോൾ അത് എത്ര ഉണ്ടാവും? ഇവിടെ ഉള്ളതിൻ്റെ പകുതി ഉണ്ടാവും. ഇവിടെ നമ്മൾ നേരത്തെ എത്ര കിട്ടിയത്? 108. അപ്പോൾ ഇവിടെ എത്ര ഉണ്ടാവും? ഇവിടെ നമുക്ക് 108ന്റെ പകുതി ഉണ്ടാവും. 108ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 54. ക്ലിയർ?
അപ്പോൾ ഇത് 54 ആണെങ്കിൽ അതെന്തിന് ഈക്വലാണ്? എഫിന് ഈക്വലാണ്. സോ ഇതും എത്രയായിരിക്കും? 54. അങ്ങനെ വ്യത്യസ്തമായ പ്രോബ്ലംസ് ഒക്കെ വരും. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ.